നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പദ്ധതി നമ്മളൊക്കെ തയ്യാറാക്കാറുണ്ട്. ഇന്ന് രാവിലെ ഇങ്ങനെ ഞാൻ എഴുന്നേൽക്കുന്നു, എൻ്റെ ഈ ആഴ്ചത്തെ പ്രോഗ്രാം ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ആയിത്തീരണം, എൻ്റെ സ്വപ്നം ഇങ്ങനെയാണ്, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കും, എനിക്ക് ഇന്നടത്ത് ജോലി വേണം, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇന്നതാക്കും, എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇങ്ങനെയാക്കും, ഇന്നത് ഞാൻ നേടിയെടുക്കും. ഇങ്ങനെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ സ്വാഭാവിക നമ്മുടെ പ്രവണതയാണ്. ഒരു ചെറിയ വചനം കേൾക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലാണ് ഉള്ളത്. സ്നേഹമുള്ളവരെ, നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമ്മുടെ മനസ്സിലാണ് കിടക്കുന്നത് എന്ന് നമ്മൾ വാശി പിടിക്കുമ്പം ഇവിടെ ദൈവം പറയുകയാണ്, നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിന്റെ മനസ്സിലല്ല, എൻ്റെ മനസ്സിലുണ്ട്. തീർന്നില്ല, നിങ്ങളുടെ നാശത്തിനുള്ളതല്ലത്, പിന്നെയോ നിന്റെ ക്ഷേമത്തിനുള്ള അതിശ്രേഷ്ഠമായ പദ്ധതി, പ്ലാനും പദ്ധതിയും സ്വർഗം നിന്നെക്കുറിച്ച് കൃത്യമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അത് ഒരു 5 വർഷത്തേക്കുള്ള പഞ്ചവത്സര പദ്ധതിയല്ല, ഒരു കുറച്ച് നാളത്തേക്കുള്ള ഒരു യുവത്വത്തിൻ്റെ കാലത്തേക്കുള്ള പദ്ധതിയല്ല. നിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കൃത്യമായ പ്ലാനും പദ്ധതിയും ജീവിതത്തിൻ്റെ ക്രമീകരണം കൃത്യമായും സ്വർഗം നനച്ചിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ മനസ്സിലുണ്ട്. സ്വർഗം നിന്റെ പദ്ധതിയിൽ, നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാനിൽ സന്തുഷ്ടനാണെന്നേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമ്മളങ്ങ് ബേജാറാവണ്ട, നമ്മളങ്ങ് അസ്വസ്ഥരാവണ്ട. സ്വർഗം നിന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ്. ഓരോ മിനിറ്റും നിന്റെ ജീവിതത്തിലെ ഓരോ യാമങ്ങളും, നിന്റെ തലമുടി ഇഴ പോലും, നിന്റെ ജീവിതത്തിൻ്റെ സകല അനുഭവങ്ങളും സ്വർഗം എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ.